കാണാമല്ലോ. എഴുതുന്നത് കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് അല്ലേ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പൊ നമ്മള് ഇതിനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് വെൽഡിങ്ങായിട്ട്, ഗ്യാസ് വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. ഗ്യാസ് വെൽഡിങ്ങിന്റെ സേഫ്റ്റി പറഞ്ഞു, അതിനുശേഷം ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെയിമുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞു, അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഗ്യാസസ് ആൻഡ് ഗ്യാസ് സിലിണ്ടർ അല്ലേ, മിക്കവാറും ഏതൊക്കെ ഗ്യാസസ് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എത്ര ടെമ്പറേച്ചർ വരെ മാക്സിമം പോകാമെന്നുള്ള കേസ് വരെ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഗതി എന്തായിരുന്നു, നമ്മുടെ ആ ഒരു സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറും അസെറ്റ്ലിൻ ഗ്യാസ് സിലിണ്ടറും. ഇപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിൽ നമുക്കൊരു കുറച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഫോർജ്ഡ് ബ്രോൺസിന്റെ കേസും അതുപോലെ തന്നെ ഈ സ്ട്രെസ് റിലീവിന്റെ കേസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇനിയുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്തിലോട്ട് കയറുകയാണ്, ആ ടെക്സ്റ്റ് നോക്കി പഠിക്കുകയാണ്. ടെക്സ്റ്റ് നോക്കി പഠിക്കുകയാണ്. നമ്മൾ ആ ഒരു നിമിയുടെ ടെക്സ്റ്റ് എന്താണോ അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ. അപ്പൊ അതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ അതിന്റെ വീണ്ടും കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഒന്നുകൂടെ ഒന്ന് പറയാം. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിന് ഒന്നുകൂടെ ഒന്ന് പറയാം. ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജനും അസറ്റിനും അല്ലെ, ഓക്സിജനും അസറ്റിനും ഉണ്ടാകുന്ന ആ ഒരു ഫ്ലെയിമിനെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഓക്സി അസറ്റിൻ ആയിട്ടുള്ള എന്താണ് ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക് ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ എന്നറിയപ്പെടുന്നത് നമ്മൾ ആ ഫ്യൂവലിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഗതി ആയിരിക്കും അല്ലെ, അതിനെ സപ്പോർട്ടിംഗ് ഗ്യാസ് എന്നായിരിക്കും പറയുന്നത്, അതായിരിക്കും ഓക്സിജൻ. ഈ ഓക്സിജനെ കണ്ടെയ്ൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ഓക്സിജൻ സിലിണ്ടർ. ഇപ്പൊ ഡെഫിനിഷൻ ഓഫ് എ ഗ്യാസ് സിലിണ്ടർ എന്താണ്, സ്റ്റീൽ കണ്ടെയ്നർ യൂസ്ഡ് ടു സ്റ്റോർ ഡിഫറെന്റ് ഗ്യാസസ് അറ്റ് ഹൈ പ്രഷർ. കേട്ടോ അല്ലെ, ഹൈ പ്രഷറിൽ നമുക്ക് ഡിഫറെന്റ് ഗ്യാസസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണ എന്ത് ഉപയോഗിക്കുന്നത്, ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി ഫോർ വെൽഡിംഗ് ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ യൂസസ് അല്ലെ, ബാക്കി ഇൻഡസ്ട്രിയൽ യൂസസ് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ എന്നുള്ള സെറ്റപ്പുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, വെൽഡിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ഗ്യാസ് സിലിണ്ടറിനകത്ത് ഹൈ പ്രഷർ ആയിട്ടുള്ള, ഇപ്പൊ ഓക്സിജൻ ആണ് കണ്ടെയ്ൻ ചെയ്യുന്നതെങ്കിൽ ഓക്സിജൻ ഹൈ പ്രഷറിൽ വെക്കും, അസറ്റിൻ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അസറ്റിനെ ഹൈ പ്രഷറിൽ വെക്കും, ഹൈഡ്രജൻ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഹൈഡ്രജനെ ഹൈ പ്രഷറിൽ വെക്കും. ഇതിനാണ് ആ ഒരു ഗ്യാസ് സിലിണ്ടർ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്പ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ഗ്യാസ് സിലിണ്ടർ. അപ്പം ഗ്യാസ് സിലിണ്ടറിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഗ്യാസ് സിലിണ്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒരെണ്ണം വന്നിട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ എന്തായിരിക്കും, സിലിണ്ടറിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സിലിണ്ടറിനകത്ത് നിങ്ങൾ ഏത് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ഗ്യാസ് സിലിണ്ടറിന്റെ എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, ഗ്യാസ് സിലിണ്ടറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഓക്സിജൻ ആണോ അതിനകത്ത് ഇരിക്കുന്നത്, അസറ്റിൻ ആണോ അതിനകത്ത് ഇരിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിന്റെ പുറത്ത് അടിച്ചിരിക്കുന്ന കളറിന്റെ അല്ലെ, ഇതിന്റെ പുറത്ത് എന്താണ്, എന്ത് കളറിലാണോ അടിച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വാൽവ് ഉണ്ട് അല്ലെ, ഇതിനകത്തൊരു വാൽവ് ഉണ്ട്. ആ വാൽവ് എന്ത് ടൈപ്പ് ഓഫ് ത്രെഡ് ആണ് ഇരിക്കുന്നത്, റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണോ, അതിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ ആർ കോൾഡ് ബൈ നെയിംസ് ഓഫ് ദ ഗ്യാസസ് ദേ ആർ ഹോൾഡിംഗ്. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്യാസസ് ന്റെ പേര് നമുക്ക് വേണമെങ്കിൽ അറിയപ്പെടാൻ വേണ്ടി പറ്റും. ഓക്സിജൻ സിലിണ്ടർ എന്നും അസറ്റിൻ സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പേര് വെച്ചിട്ട് അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തെ പർപ്പസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് സിലിണ്ടർ ആർ ഐഡന്റിഫൈ ബൈ ദ ബോഡി കളർ അല്ലെ, ബോഡി കളർ, അദ്ദേഹത്തിന്റെ ബോഡിയുടെ കളറിൽ ഉണ്ടാകുന്ന മാർക്കിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഗ്യാസ് സിലിണ്ടറിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാൽവ് ത്രെഡ് അല്ലെ, ഇതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന വാൽവ് ത്രെഡുകളുടെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ എന്തിനാ ഇതാക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഗ്യാസ് സിലിണ്ടറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ചോദിച്ചോട്ടെ, ഓക്സിജന്റെ സിലിണ്ടറിന്റെ കളർ എന്തായിരുന്നു, ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്തായിരുന്നു, ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലായിരുന്നു, ബ്ലാക്ക് ആയിരുന്നു. അതുപോലെ ഓക്സിജൻ സിലിണ്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് അല്ലെ, ത്രെഡിന്റെ ആ ഒരു ത്രെഡ് ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് ആണ്, റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നോ, റൈറ്റ് ഹാൻഡ് അല്ലെ, റൈറ്റ് ഹാൻഡ്. ഓക്കെ, അപ്പൊ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടറിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിക്കുന്ന സംഗതിയായിരിക്കും നമ്മുടെ ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടർ. കണ്ടല്ലോ, ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ ഔട്ടർ ആയിട്ടുള്ള ഡയമീറ്ററും അതിന്റെ ഇന്നറിന്റെ ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ലെങ്ത്, ഈ ഒരു ലെങ്ത് എന്നുള്ള സംഗതി അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ചുമ്മാ പേരുകൾ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടുവച്ചിരിക്കുക, ഇത്ര ലെങ്ത്തിലാണ് ഇത്രയും ഡയമീറ്റർ ആണ് ഇരിക്കുന്നത് എന്നുള്ള സംഭവം കണ്ടുവച്ചിരിക്കുക. ഇതൊന്നും ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല, ടെക്സ്റ്റിനകത്ത് ആ ഫിഗറിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതൊന്നും ആവശ്യമില്ല, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഇപ്പൊ ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് സീംലെസ് സ്റ്റീൽ കണ്ടെയ്നർ, അതായത് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഈ ഒരു സീമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴിയായിരിക്കും നമുക്ക് ആ ഗ്യാസ് സിലിണ്ടറിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു സീംലെസ് ആയിട്ടുള്ള സ്റ്റീൽ കണ്ടെയ്നർ യൂസ്ഡ് ടു സ്റ്റോർ ഓക്സിജൻ ഗ്യാസ് സേഫ്ലി ആൻഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി അറ്റ് ദ മാക്സിമം പ്രഷർ ഓഫ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം, ഇത് എത്ര പ്രഷറിലാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടറിനകത്ത് ഈ ഗ്യാസിനെ ഫില്ല് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിനകത്ത് ഓക്സിജന്റെ സിലിണ്ടറിനകത്ത് ഓക്സിജനെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രഷർ പഠിച്ചു വെക്കുക. എത്രയായിരുന്നു, 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് അല്ലെ, അത്രയും എമൗണ്ടിലായിരിക്കും ഈ ഒരു ഗ്യാസ് സിലിണ്ടറിനകത്ത്
നമ്മൾ ഓക്സിജനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ ആ പ്രഷറൈസ് ചെയ്ത് വെക്കുന്നത്. ഫോർ യൂസ് ഓഫ് ഗ്യാസ് വെൽഡിങ് ആൻഡ് കട്ടിങ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസ് കട്ടിങ്ങിനും അതുപോലെ തന്നെ ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള രണ്ട് പർപ്പസിന് വേണ്ടിയായിരിക്കും ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നത്. ഓൾറെഡി അറിയാനുള്ള കാര്യമാണ്. ഇനി സിലിണ്ടർ വാൽവ് ഹാസ് എ പ്രഷർ സേഫ്റ്റി ഡിവൈസ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഈ ഒരു വാൽവിന്റെ ഇതിൽ തന്നെ, അതായത് ഇതിന്റെ ആ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിന്റെ കൂടെ തന്നെ എന്തും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ ഒരു പ്രഷർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, ഇതിന്റെ ഒരു പ്രഷർ പെട്ടെന്ന് ഭയങ്കര ഹൈ പ്രഷർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പൊട്ടിത്തെറിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ഒരു പ്രഷർ സേഫ്റ്റി ഡിവൈസസ് നമ്മൾ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രഷർ ഡിസ്ക്. ഇതിനകത്തൊരു പ്രഷർ ഡിസ്കോട് കൂടി, ഒരു പ്രഷർ ഡിസ്കിന്റെ ഷേപ്പോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രഷർ സേഫ്റ്റി വാൽവ് പ്രസന്റ് ആണ്. ഇനി നോക്കാം, വിച്ച് വിൽ ബേഴ്സ്റ്റ് ബിഫോർ ദ ഇൻസൈഡ് സിലിണ്ടർ പ്രഷർ ബിക്കംസ് ഹൈ ഇനഫ് ടു ബ്രേക്ക് ദ സിലിണ്ടറിന്റെ ബോഡി. അതായത് ഈ ഒരു ഇത് പ്രഷർ സേഫ്റ്റി വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നതിന് കാര്യം എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഹൈ പ്രഷർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിലിണ്ടർ ബോഡി ഫുള്ളി പൊട്ടുന്നതിന് പകരം ഈ പ്രഷർ സേഫ്റ്റി വാൽവ് പൊട്ടും അല്ലെ, പൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുവഴി അങ്ങ് ഗ്യാസസ് അങ്ങ് പുറത്തോട്ട് വരും, ഹൈ പ്രഷറുള്ള ഗ്യാസസ് പുറത്തോട്ട് വരും. ഇത് പ്രഷർ സേഫ്റ്റി വാൽവ് ഇല്ലെങ്കിൽ എന്താ പ്രത്യേകത? ഇതിന്റെ പ്രഷർ നമ്മൾ പറയുന്നതിനെ കാട്ടി കൂടുതലാണെങ്കിൽ ഇത് ഫുള്ളി അങ്ങ് ബേസ്റ്റ് ആയി പോകും അല്ലെ. ഫുള്ളി ബേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ഒരു പ്രഷർ സേഫ്റ്റി ഡിവൈസ് അല്ലെങ്കിൽ പ്രഷർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു വാൽവും കാര്യങ്ങളും ടോട്ടലി നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, എന്താണെന്ന് അറിഞ്ഞിരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സിലിണ്ടർ ബോഡിനെ പെട്ടെന്ന് പൊട്ടുന്നതിനെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു പ്രഷർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഒരു പ്രഷർ ഡിസ്കും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ദ സിലിണ്ടർ വാൽവ് ഔട്ട്ലെറ്റ് സോക്കറ്റ് ഫിറ്റിംഗ് ഹാസ് സ്റ്റാൻഡേർഡ് റൈറ്റ് ഹാൻഡ് ത്രെഡ്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലെ. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് എന്താ അറിയപ്പെടുന്നത്? എപ്പോഴും ഓൾവേസ് എന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. ടു വിച്ച് ഓൾ പ്രഷർ റെഗുലേറ്റർ മേ ബി അറ്റാച്ച്ഡ്. അപ്പം ഇതിനകത്ത് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെയർ തന്നെ ഉപയോഗിക്കണം അല്ലെ. ഒരു റൈറ്റ് ഹാൻഡ് ത്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെയർ ആയിട്ടുള്ള ഇതായിരിക്കും. അത് നട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ബോൾട്ട് വെക്കുന്ന പോലെ തന്നെ ഈ റൈറ്റ് ഹാൻഡ് ത്രെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും അതിന്റെ റെഗുലേറ്ററും കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. The cylinder valve is also fitted with a steel spindle to operate the valve for opening and closing. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ വാൽവ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു സ്പിൻഡിൽ ഉണ്ട് അല്ലെ. സ്പിൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇതിനെ കറക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മൾ ഇതൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഇത് നമ്മുടെ എന്താണ് വാട്ടർ അല്ലെ, പൈപ്പിനെയൊക്കെ നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാൽവിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സംഗതികൾ കാണത്തില്ലേ, ഇത് കറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പിൻഡിൽ പോലത്തെ സെറ്റപ്പ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഇതിന് കറക്കുക, ഈ ഒരു ഗ്യാസ് കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസിന്റെ എമൗണ്ട് ഇതിനകത്ത് ഓപ്പണും ക്ലോസും കാണും. ഈ ഒരു ഡയറക്ഷനിൽ ഓപ്പണും ഈ ഒരു ഡയറക്ഷനിലും ക്ലോസ് എന്നുള്ള രീതിയിലും കാണും. അപ്പൊ ആ ഒരു സ്പിൻഡിലിനെ പിടിച്ച് കറക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഗ്യാസസിനെ ഇതിനകത്ത് നിന്നും പുറത്തോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ പുറത്തോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അല്ലെ. നോസലിന്റെ അറ്റത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംഭവം ഉപയോഗിക്കുന്നുണ്ട്? ഇതിനകത്തൊരു സ്പിൻഡിലിന്റെ അറ്റാച്ച്മെന്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എ സ്റ്റീൽ ക്യാപ്പ് ഈസ് സ്ക്രൂഡ് ഓവർ ദ വാൽവ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് നമ്മുടെ സാധാരണ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസസ് കണ്ടിട്ടില്ലേ? വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസസ് LPG സിലിണ്ടറിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സിലിണ്ടറിന്റെ വാൽവ് ഉണ്ട്, ഈ വാൽവിന്റെ പുറത്ത് ഇനി ഒരു ക്യാപ്പ് ഉണ്ട് അല്ലെ. ആ ക്യാപ്പിനെ നമ്മൾ തുറന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിലിണ്ടറിന്റെ റെഗുലേറ്ററിനെ നമ്മൾ കണക്ട് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വരുന്ന റെഗുലേറ്ററിനെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് ആയിരിക്കും? നമ്മൾ ആ ഒരു ക്യാപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ക്യാപ്പ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീലിന്റെ ക്യാപ്പ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സ്റ്റീലിന്റെ ക്യാപ്പ് ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്റ്റീലിന്റെ ക്യാപ്പ് വെച്ചിട്ട് അടച്ചിട്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്സിജൻ സിലിണ്ടർ പിടികിട്ടിയായിരുന്നോ? ഓക്സിജൻ സിലിണ്ടർ പിടികിട്ടിയായിരുന്നോ? നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളൂ കേട്ടോ. അതിനകത്ത് ഈ മറ്റേ ബ്രാസിന്റെ കാര്യങ്ങളോ ബ്രോൺസിന്റെ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആ വാല്യൂകളും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. 150 kg/cm² ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്യാസിന്റെ പ്രഷർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ക്ലിയർ ആണോ? ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ക്ലിയർ ആണോ? നോക്കിയാ അത് ഇനി അടുത്തത് സിലിണ്ടറിന്റെ ബോഡി. അപ്പൊ ഇനി ഇതിനകത്ത് ഓരോന്നായിട്ട് പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് വൈസ് ഉള്ള കാര്യങ്ങൾ നോക്കാം. ദ സിലിണ്ടർ ബോഡി ഈസ് പെയിന്റഡ് ബ്ലാക്ക് അല്ലെ. ഇദ്ദേഹത്തിന്റെ സിലിണ്ടറിന്റെ ബോഡിയുടെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കളർ എപ്പോഴും എന്തായിരിക്കും? ബ്ലാക്ക് കളർ ആയിരിക്കും. ദ കപ്പാസിറ്റി ഓഫ് ദ സിലിണ്ടർ മേ ബി നോക്കിയേ 3.5 മുതൽ 8.5 വരെയാണ്. എത്രയായിരുന്നു? 3.5 മുതൽ 8.5 വരെയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. 3.5 m³ മുതൽ 8.5 m³ വരെ ആയിരിക്കും നമ്മുടെ ആ ഒരു കപ്പാസിറ്റി ഓഫ് സിലിണ്ടർ പറയുന്നത്. ഇനി മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ കപ്പാസിറ്റി
കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിരിക്കും 7 മീറ്റർ ക്യൂബ് അല്ലെ 3.5ക്കും 8.5ക്കും ഇടയ്ക്കാണ് ഇരിക്കുന്നത് അല്ലെ 7 എന്നുള്ള സാധനം ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അല്ലെ അകത്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും 7 മീറ്റർ ക്യൂബ് അപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ 7 മീറ്റർ ക്യൂബ് അപ്പൊ ഇതിനകത്ത് നമ്മൾ വാല്യൂ പഠിക്കേണ്ടത് വളരെയധികം കുറച്ചേ ഉള്ളൂ എത്രയായിരിക്കും നമ്മുടെ സിലിണ്ടറിന്റെ ബോഡി പറയുന്നത് പെയിന്റ് അല്ലെ പെയിന്റിന്റെ കളർ പറയുന്ന ബ്ലാക്ക് ആണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ത്രെഡ് എന്നറിയപ്പെടുന്ന എപ്പോഴും റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ് ഇനി ഇതിൽ നിങ്ങൾ പ്രഷറൈസ് ചെയ്യിപ്പിക്കുന്നത് 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതുപോലെ മോസ്റ്റ് കോമൺലി നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു വോളിയം എന്നറിയപ്പെടുന്ന 7 മീറ്റർ ക്യൂബ് കപ്പാസിറ്റി ഉള്ള ഓക്സിജൻ സിലിണ്ടർ ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് അത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ വേറെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇത് ടോട്ടലി നമ്മൾ പറയുന്നതാണെങ്കിൽ സിലിണ്ടറിനെ എങ്ങനെയായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ സിലിണ്ടറിനെ എങ്ങനെയായിരിക്കും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് സിലിണ്ടറിന്റെ കളറും അതുപോലെ സിലിണ്ടറിന്റെ ത്രെഡും അതുപോലെ തന്നെ സിലിണ്ടറിനകത്ത് പേരും കൂടെ എഴുതിയോടെ ഏത് ടൈപ്പ് ഓഫ് സിലിണ്ടർ ആണ് ഓക്സിജൻ സിലിണ്ടർ എങ്കിൽ ഓക്സിജൻ സിലിണ്ടർ എന്ന് സെപ്പറേറ്റ് എഴുതിയിട്ടേക്കും അപ്പൊ അത് വെച്ചിട്ടായിരിക്കും ഇതിനെ മെൻഷൻ ചെയ്യുന്നത് ആ കാര്യം അറിഞ്ഞിരിക്കണം കാരണം അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനുകൾ കയറി വരിക എങ്ങനെയായിരിക്കും ടൈപ്പ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ഗ്യാസ് സിലിണ്ടർ ബൈ യൂസിങ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇട്ടായിരിക്കും ചോദ്യം അപ്പൊ അതിനകത്ത് 3 ഓപ്ഷനും കാണും അതിനകത്ത് ഏറ്റവും താഴെ തരും ബോത്ത് അല്ലെ എ ആൻഡ് ബി ആൻഡ് സി ഇനി 3 ഓപ്ഷനും കൂടെ ഒരുമിച്ച് വരുന്ന സംഗതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് നോക്കാം എന്താ ഇനി അടുത്തത് അപ്പം ഇതാണ് നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ കേട്ടോ ഇതാണ് ഓക്സിജൻ സിലിണ്ടർ ഇനി ഓക്സിജൻ സിലിണ്ടറിന്റെ ഹൈറ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചുമ്മാ നോക്കി വെച്ചിരിക്കുക 1.295 കേട്ടോ അതായത് ഇതാണ് ആ ഒരു വാല്യൂ കേട്ടോ 1.295 കേട്ടോ 1.295 അത്ര മീറ്റർ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ ഹൈറ്റ് സാധാരണ പറയുന്നത് അതുപോലെ തന്നെ 0.216 മീറ്റർ ആയിരിക്കും ഈ ഒരു ഇൻസൈഡ് ഡയമീറ്റർ ഇനി ഇദ്ദേഹത്തിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ 0.229 മീറ്റർ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ചുമ്മാ ഒന്ന് കണ്ടു വെച്ചിരിക്കുക അത്രയും ലെങ്തിലാണ് ഇരിക്കുന്നത് അല്ലെ ഒന്നും ചില്ലറയായിട്ടുള്ള ഒന്നേകാൽ മീറ്റർ അത്രയും അടുപ്പിച്ചിട്ട് ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ 0.2 ചില്ലറ അത്രയും അടുപ്പിച്ചിട്ടുള്ള മീറ്റർ ആയിരിക്കും അതായത് ഈ ഒരു ഇതിലായിരിക്കും എന്തിരിക്കുന്നത് ഇതിന്റെ ഇൻസൈഡ് ഡയമീറ്റർ ഔട്ട്സൈഡ് ഡയമീറ്റർ ഇരിക്കുന്നത് എന്നുള്ള കേസും കൂടെ അറിഞ്ഞിരിക്കുക ചുമ്മാ അറിഞ്ഞിരുന്നാൽ കാരണം അതൊന്നും ചോദിച്ചിട്ടില്ല ചോദിക്കുന്നില്ല അങ്ങനെയൊന്നും ചോദിക്കത്തില്ല കാരണം അത് ഓരോ കമ്പനികൾ മാനുഫാക്ചർ ചെയ്യുന്ന അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതിന്റെ ഒക്കെ ഡിഫറൻസ് വരുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇനി അടുത്ത കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന സംഗതി എന്ന് അറിയപ്പെടുന്ന നമുക്ക് പഠിക്കാനുള്ള അടുത്ത സിലിണ്ടർ എന്ന് അറിയപ്പെടുന്ന അസറ്റിൻ ഗ്യാസ് സിലിണ്ടർ ആണ് അല്ലെ അസറ്റിൻ ഗ്യാസ് സിലിണ്ടർ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ അസറ്റിൻ ഗ്യാസ് സിലിണ്ടറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അസറ്റിൻ ഗ്യാസ് സിലിണ്ടർ എന്ന് ഓൾറെഡി എഴുതിയിട്ടിരിക്കും ഇനി സപ്പോസ് എഴുതാത്ത സിലിണ്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ സിലിണ്ടറിന്റെ കളർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എപ്പോഴും മെറൂൺ കളർ ആയിരിക്കും അല്ലെ മെറൂൺ കളർ ആയിരിക്കും ഇനി അസറ്റിൻ ഗ്യാസ് സിലിണ്ടറിന്റെ ത്രെഡ് ഉണ്ടെങ്കിൽ ഏത് ത്രെഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ടൈപ്പ് ഓഫ് ത്രെഡുകളായിരിക്കും ഉപയോഗിക്കുന്നത് നോക്കാം acetylene gas cylinder are made from seamless drawn steel tube ഓർ വെൽഡഡ് സ്റ്റീൽ കണ്ടെയ്നർ കേട്ടോ അതായത് ഇത് നോക്കി വെച്ചിരിക്കുക ഇത് രണ്ടും വെച്ചിരിക്കുക ഈ രണ്ട് കാര്യങ്ങളും വെച്ചിരിക്കുക ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ സീംലെസ് ആയിട്ടുള്ള സ്റ്റീൽ കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ ഇനി ഇതിനകത്ത് സീംലെസ് ആയിട്ട് ഡ്രോൺ ചെയ്തിരിക്കുന്ന സ്റ്റീൽ ട്യൂബും ആയിരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കാം വെൽഡ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ കണ്ടെയ്നറുകളും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കിക്കുക ഒരെണ്ണം ഓക്സിജൻ ആണ് മറ്റേത് അസറ്റിൻ ആണെങ്കിൽ അസറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കാൻ വെൽഡ് ചെയ്തിരിക്കുന്ന സ്റ്റീൽ കണ്ടെയ്നർ വേണമെങ്കിൽ നമുക്ക് അസറ്റിന്റെ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി നോക്കിയേ ടെസ്റ്റഡ് വിത്ത് എ വാട്ടർ പ്രഷർ ഓഫ് അതായത് ഇദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടറിന്റെ പ്രഷർ എത്രയാ പറഞ്ഞത് 100 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇനി നോക്കി നമുക്ക് നേരത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റി എന്റെ മാക്സിമം പ്രഷർ ഓഫ് 150 കിലോഗ്രാം അതായത് ഇത് സ്റ്റോർ ചെയ്യുന്ന പ്രഷറാണ് ഇവിടെ തന്നിരിക്കുന്നതെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പ്രഷറാണ് പറയുന്നത് എത്രയായിരിക്കും 100 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കി വെച്ചിരിക്കണം ഇത് പറയുന്നത് എന്തായിരിക്കും ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ എന്നറിയപ്പെടുന്നത് ഈ ഓക്സിജനെ പ്രഷറൈസ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ 150 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ഇവിടെ അസറ്റിനകത്ത് പറയുന്നത് ആ ഒരു പ്രഷർ കൊടുത്തിരിക്കുന്ന സംഗതി എന്ന് അറിയപ്പെടുന്നത് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പ്രഷറാണ് പറയുന്നത് 100 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പൊ ആ ഒരു യൂണിറ്റ് പഠിച്ചു വെച്ചിരിക്കുക ആ വാല്യൂസും പഠിച്ചു വെക്കുക ഡിഫറൻസും പഠിച്ചു വെക്കുക ഇനി നോക്കാം ദ സിലിണ്ടർ ടോപ്പ് ഈസ് ഫിറ്റഡ് വിത്ത് എ പ്രഷർ വാൽവ് അപ്പം ഈ ഒരു സിലിണ്ടറിന്റെ ടോപ്പിൽ നേരത്തെ കണ്ട അതേ സാധനം തന്നെ മറ്റൊരു പ്രഷർ വാൽവ് ഇതിനകത്തുണ്ട് മെയ്ഡ് ഫ്രം ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് കണ്ടല്ലോ ഇതിനകത്താണ് ഫോർജ്ഡ് ബ്രോൺസ് വരുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അത് മിസ്റ്റേക്ക് പറ്റിയതാണ് ഓക്സിജൻ സിലിണ്ടറിനകത്തല്ല എന്തിനകത്താണ് വരുന്നത് അസറ്റിൻ സിലിണ്ടറിനകത്തായിരിക്കും എന്ത് വരുന്നത് ഫോർജ്ഡ് ബ്രോൺസ് വരുന്നത് അല്ലെ ഫോർജ്ഡ് ബ്രോൺസ് ഇവിടെ എവിടെയെങ്കിലും കാണും ഒരു പ്രഷർ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഫോർജ്ഡ് ബ്രോൺസിന്റെ ഒരു വാൽവ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രഷർ വാൽവ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഫോർജ്ഡ് ബ്രോൺസ് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അപ്പൊ ഫോർജ്ഡ് ബ്രോൺസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അസറ്റിൻ ഗ്യാസ് സിലിണ്ടറിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അസറ്റിൻ ഗ്യാസ് സിലിണ്ടർ ദ സിലിണ്ടർ വാൽവ് മെയ്ഡ് ഫ്രം ഹൈ ക്വാളിറ്റി ഫോർജ്ഡ് ബ്രോൺസ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാൽവ് നേരത്തെ പ്രഷർ വാൽവ് ആണ് പറഞ്ഞെങ്കിൽ ഫോർജ്ഡ് ബ്രോൺസ് ഇവിടെ അടുത്തേയും പറയുന്നുണ്ട് സിലിണ്ടറിന്റെ വാൽവ് രണ്ടും ഒരേ സാധനം തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട് ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള
ഫോർജ്ഡ് ബ്രോൺസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ സിലിണ്ടർ വാൽവ് ഔട്ട്ലെറ്റ് സോക്കറ്റ് ഹാസ് എ സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, ഇദ്ദേഹത്തിനകത്ത് എന്താ ഉള്ളത്, ഒരു ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണുള്ളത്. ടു വിച്ച് ദ അസെറ്റിൻ റെഗുലേറ്റർ ഓഫ് ഓൾ മേക്കേഴ്സ് മേ ബി അറ്റാച്ച്ഡ്. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബാക്കി കാര്യങ്ങൾ അല്ലെ, ഇതിനകത്ത് നിന്നും റെഗുലേറ്റർ വഴി ഓസ് വഴി എന്തിലോട്ട് പോകുന്നുണ്ട്, നോസിലിനകത്തോട്ടായിരിക്കും പോകുന്നത്. നോസിൽ അല്ലെങ്കിൽ ബ്ലോ പൈപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനകത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് സെക്ഷൻ ആയിരുന്നാലും ശരിയല്ല, അല്ലെങ്കിൽ എന്ത് തന്നെ ഇതിനകത്ത് അറ്റാച്ച്മെന്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്തിനെ കറസ്പോണ്ടിങ് ആയിരിക്കണം, ഇതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ആ വാൽവിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് ത്രെഡിലുള്ള സംഗതി തന്നെ നമ്മൾ ഉപയോഗിക്കണം. അപ്പം ആ ഒരു കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു അസെറ്റിൻ സിലിണ്ടറിന്റെ എന്താ ത്രെഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ഇനി ദ സിലിണ്ടർ വാൽവ് ഈസ് ഓൾസോ ഫിറ്റഡ് വിത്ത് എ സ്റ്റീൽ സ്പിൻഡിൽ ടു ഓപ്പറേറ്റ് ദ വാൽവ് ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. അപ്പൊ ഇതിനകത്തും അതുപോലെ തന്നെ അല്ലെ, ഇതിനെ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യിപ്പിക്കാനും ക്ലോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പിൻഡിലിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്പിൻഡിൽ അല്ലെ, ഒരു സ്പിൻഡിലിന്റെ വാൽവ്, ഒരു പൈപ്പ് പോലത്തെ കണക്ഷൻ തന്നെയാണ്. സ്പിൻഡിലിന്റെ വാൽവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എത്ര എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് അസറ്റിനാണ് പുറത്തോട്ട് വരേണ്ടത് എന്നുള്ള സംഗതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അത്ര എമൗണ്ട്, അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്ര എമൗണ്ട് ഓഫ് അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, പുറത്തോട്ട് അടുപ്പിക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ ഒരു സ്പിൻഡിലും ക്യാപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. എ സ്റ്റീൽ ക്യാപ്പ് ഈസ് സ്ക്രൂഡ് ഓവർ ദ വാൽവ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഡാമേജ് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ. നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇതിനകത്ത് എന്ത് ചെയ്യിപ്പിക്കുന്നത്, ചുമ്മാ അങ്ങ് കൊണ്ടുവന്ന് വെക്കുകയല്ല, ഇതിനകത്ത് ഒരു സ്റ്റീലിന്റെ ക്യാപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യിപ്പിക്കാൻ, വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യിപ്പിക്കാനും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ സിലിണ്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ തറയിൽ വീണിട്ട് ഇത് പെട്ടെന്ന് ആ ഒരു വാൽവ് ഒന്നും പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഒരു സ്റ്റീൽ ക്യാപ്പും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ബോഡി ഓഫ് ദ സിലിണ്ടർ ഈസ് പെയിന്റഡ് മറൂൺ അല്ലെ, ഇദ്ദേഹത്തിന്റെ കളർ എന്നറിയപ്പെടുന്ന ഓൾവേസ് ബി എന്തായിരിക്കും, മെറൂൺ കളർ. ദ കപ്പാസിറ്റി ഓഫ് ഡിസോൾഡ് അസെറ്റ്ലിൻ എന്നാണ് പറയുന്നത് കേട്ടോ, DA സിലിണ്ടർ എന്നാണ് പറയുന്നത്. നമ്മൾ അസെറ്റ്ലിൻ സിലിണ്ടർ എന്ന് പറഞ്ഞാലും DA സിലിണ്ടർ എന്നായിരിക്കും പറയുന്നത്, ഡിസോൾഡ് അസെറ്റ്ലിൻ കേട്ടോ. ഇന്ന് മുതൽ കേട്ട് വെക്കുക, വെറുതെ അസെറ്റ്ലിൻ സിലിണ്ടർ എന്നല്ല പറയുന്നത്, ഡിസോൾഡ് ടൈപ്പ് ഓഫ് അസെറ്റ്ലിൻ സിലിണ്ടർ എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ കാണും കേട്ടോ, അകത്തോട്ട് കയറുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഡിസോൾഡ് അസെറ്റ്ലിൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് കാണും. അപ്പൊ ഇപ്പൊ കേട്ട് വെച്ചിരിക്കുക, ഡിസോൾഡ് അസെറ്റ്ലിൻ സിലിണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയും പറയുന്നത് 3.5 മുതൽ 8.5 വരെയാണ്. പക്ഷെ നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് അല്ലെ, മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് എത്രയായിരിക്കും, 6 മീറ്റർ ക്യൂബ് ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന 6 മീറ്റർ ക്യൂബ്. അപ്പം തൊട്ട് മുന്നേ നമ്മൾ എത്ര മീറ്റർ ക്യൂബ് ആയിരിക്കും ഉപയോഗിച്ചത്, 7 മീറ്റർ ക്യൂബ് ഓളിയത്തിലായിരുന്നു ഓക്സിജൻ ഉപയോഗിച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ അസെറ്റിന് ഉപയോഗിക്കുന്ന എത്രയായിരിക്കും, 6 മീറ്റർ ക്യൂബ് ഓളിയത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു അത്രയും ഇതുള്ള അല്ലെങ്കിൽ ആ ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ആ സിലിണ്ടറിന്റെ വോളിയം എന്നറിയപ്പെടുന്ന എപ്പോഴും എത്രയായിരിക്കും, 6 മീറ്റർ ക്യൂബ് കപ്പാസിറ്റി ഉള്ള ഡിസോൾഡ് അസെറ്റ്ലിൻ സിലിണ്ടേഴ്സ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കാം, ദ ബേസ് ഓഫ് ഡിസോൾഡ് അസെറ്റ്ലിൻ സിലിണ്ടർ നോക്കിയേ, ഇതിനകത്തുള്ള ഇദ്ദേഹത്തിന്റെ ബേസ് നോക്കിയേ, ഇദ്ദേഹത്തിന്റെ ബേസിന്റെ പ്രത്യേകം എന്നറിയപ്പെടുന്ന അതിന്റെ പ്രത്യേകം എന്തായിരിക്കും, കർവ്ഡ് ഇൻസൈഡ് അല്ലെ, കുറച്ച് അകത്തോട്ട് കർവ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ഇതാക്കുന്ന ഡിസോൾഡ് അസെറ്റ്ലിൻ സിലിണ്ടറിനെ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ ഫ്യൂസ് പ്ലഗ്. ഇതിനകത്ത് തന്നെ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു താഴത്തെ പോർഷനില് എന്താ ഉപയോഗിക്കുന്നത്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്യൂസ് പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ താഴെ മാത്രമാണ് ആ ഫ്യൂസ് പ്ലഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ മാത്രമല്ല, വേറൊരു സ്ഥലത്തും കൂടെ ഉണ്ട്, മുകളിലത്തെ സെക്ഷനിലും എന്തുണ്ട്, ഒരു സേഫ്റ്റി ഫ്യൂസ് പ്ലഗും കൂടെ ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മുടെ സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ ഏറ്റവും താഴത്തെ പോർഷൻ എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, ചെറിയൊരു കർവേച്ചർ പോലെ കൊടുക്കുന്നുണ്ട്. ആ കർവേച്ചറിന്റെ അവിടെ എന്താ പ്രത്യേകത, സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മേളത്തെ പോർഷനിലും എന്താ കൊടുക്കുന്നത്, ഒരു സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് കൊടുക്കുന്നത്, അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്തായിരുന്നു, അസെറ്റ്ലിൻ സിലിണ്ടർ അല്ലെ. ഈ അസെറ്റ്ലിൻ എന്താ പ്രത്യേകത, ഓക്സിജനും അസെറ്റ്ലിനും പറയുകയാണെങ്കിൽ അസെറ്റ്ലിന്റെ പ്രത്യേകത എന്താ, അസെറ്റ്ലിൻ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ്, ഫ്യൂൽ ഗ്യാസ് ആണോ സപ്പോർട്ടർ ഗ്യാസ് ആണോ, ഫ്യൂൽ ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ ഫ്യൂൽ ഗ്യാസിന്റെ പ്രത്യേകം എന്താണ്, പെട്ടെന്ന് കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അങ്ങനെ പെട്ടെന്ന് കത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ഉപയോഗിക്കുന്നത്, നമ്മളെ ഫ്യൂസ് പ്ലഗ് എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കുന്നത്. നോക്കാം, ദ ബേസ് ഓഫ് DA സിലിണ്ടർ കർവ്ഡ് ഇൻസൈഡ് ഫിറ്റഡ് വിത്ത് എ ഫ്യൂസ് പ്ലഗ് വിച്ച് വിൽ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് അപ്രോക്സിമേറ്റ്ലി നോക്കി 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. ഇത് ഡിഗ്രി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 100 ഡിഗ്രി സെൽഷ്യസിനൊക്കെ അപ്രോക്സിമേറ്റ് ആവുന്ന സമയത്ത്, അതായത് സിലിണ്ടറിന്റെ ആ ഒരു ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ടെമ്പറേച്ചർ ആണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഓക്സി അസെറ്റ്ലിന്റെ ആ ഗ്യാസിൽ വരുന്ന ടെമ്പറേച്ചർ അല്ല പറയുന്നത്. സിലിണ്ടർ ഇരുന്നിട്ട് എന്താവാൻ പാടില്ല, ചൂടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, സിലിണ്ടർ ചുമ്മാ ഇരുന്നിട്ട് ചൂടാവാൻ വേണ്ടി പാടില്ല. അപ്പം സിലിണ്ടറിന്റെ ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അടുപ്പിച്ചിട്ട് എത്തുന്ന സമയത്ത്, 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സിലിണ്ടറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് എന്തായി പോണം, ഫ്യൂസ് ആയി പോണം അല്ലെ. ഫ്യൂസ് പെട്ടെന്ന് എന്താ, ഫ്യൂസിന്റെ പ്രത്യേകത എന്തായിരിക്കണം, ഫ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പ്രത്യേകത എന്താണ്,
പെട്ടെന്ന് എന്ത് ചെയ്യണം, ആ ഒരു high amount ഓഫ് കറണ്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഫ്യൂസ് കത്തിപ്പോകുന്നു. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂസ് പ്ലഗ് എന്ന് പറഞ്ഞ സാധനം. അപ്പൊ ഫ്യൂസ് പ്ലഗിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഫ്യൂസ് പ്ലഗ് 100°C എത്തുന്ന സമയത്ത് ഫ്യൂസ് പ്ലഗ് പൊട്ടിപ്പോണം, അല്ലെങ്കിൽ ഇത് എന്ത് ആയി പോണം, ഇതായി പോണം അല്ലെ, ഫ്യൂസ് ആയി പോയിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഇത് cause the cylinder is subjected to high temperature, fuse plug will melt and allow the gas to escape. അപ്പം അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്നും ആ ഒരു ഹൈ പ്രഷർ ആയിട്ടുള്ള ഭയങ്കര രീതിയിലുള്ള സ്ഫോടനം നടക്കുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഒരു 100°C എത്തുമ്പോൾ തന്നെ ഈ ഒരു ഫ്യൂസ് പ്ലഗ് അങ്ങ് എന്തായി മാറും, ആ ഒരു മെൽറ്റ് ആയിട്ട് ഇതിനകത്തുള്ള ആ ഒരു സിലിണ്ടറിനകത്തുള്ള ഗ്യാസിനെ എങ്ങനെ അങ്ങ് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് ഏത് ടൈപ്പ് ഓഫ് സിലിണ്ടറിലാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് സിലിണ്ടറിലായിരിക്കും, DA സിലിണ്ടർ അല്ലെങ്കിൽ ഡിസോൾഡ് അസറ്റിൻ സിലിണ്ടറിലായിരിക്കും ഇരിക്കുന്നത്. അത് എവിടെയൊക്കെ ഉണ്ട്, താഴെ മാത്രമല്ല മേളത്തെ സെക്ഷനിലും ഉണ്ട്. എന്താ പ്രത്യേകത, നമ്മുടെ 100°C എന്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിലിണ്ടറിന്റെ ടെമ്പറേച്ചർ 100°C എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ അടിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ മേളിലിരിക്കുന്ന ആയിട്ടുള്ള ഫ്യൂസ് പ്ലഗ് കത്തും. എന്നിട്ട് ആ ഫ്യൂസ് പ്ലഗ് എന്തായി മാറും, മെൽറ്റായി പോവും. മെൽറ്റായി പോയിട്ട് അതിനകത്തുള്ള ഗ്യാസ് നമുക്ക് സേഫ് ആയിട്ട് അങ്ങ് റിമൂവ് അല്ലെങ്കിൽ തന്നെ അങ്ങ് ഇതായി പോകും. ഇൻക്രീസസ് ഇനഫ് ടു ഹാം റപ്ചർ ദ സിലിണ്ടർ, സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതിന് മാക്സിമം ഒഴിവാകുന്നുണ്ട്. ഫ്യൂസ് പ്ലഗ് ആർ ഓൾസോ ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഫ്യൂസ് പ്ലഗ് എന്ന് പറഞ്ഞ സംഗതി താഴെ മാത്രമല്ല മേളത്തെ സെക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഇനി സേഫ്റ്റി ഫ്യൂസ് പ്ലഗിന്റെ ആ ഒരു ഫിഗറും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, കണ്ടായിരുന്നോ? ഈ ഒരു ഫ്യൂസ് പ്ലഗ് ആയിരിക്കും നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്, ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മേളിൽ, അല്ലെങ്കിൽ രണ്ട് സെലക്ഷൻ അല്ലെ, താഴെയും വെച്ചിട്ടുണ്ട് മേളിലും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, അതിനകത്ത് ഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽസ് പെട്ടെന്ന് അല്ലെങ്കിൽ 100°C വരെ ഒന്നും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മെറ്റൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ ഫ്യൂസ് പ്ലഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂസ് പ്ലഗിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ. ആ മെറ്റലിന്റെ പേരൊന്നും നമുക്ക് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇനി ഇതിനകത്ത് ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ ഒരു ഫ്യൂസ്, ഇത് ഈ ഒരു സംഗതി ആയിരിക്കും നമ്മൾ പ്ലഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു പ്ലഗ് ഇല്ലേ, നമ്മുടെ 3-pin സോക്കറ്റ് പ്ലഗ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലത്തെ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്ലഗ് പോലെ ഇരിക്കുന്നത്. ഇതായിരിക്കും നമ്മൾ അതിനകത്ത് കയറ്റി വെക്കുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഉരുവി പോകും കേട്ടോ. പെട്ടെന്ന് ഉരുവി പോകുന്ന സമയത്ത് ഇതൊരു ഇതായിട്ട് ഒരു ചാമ്പർ പോലെ ആക്ട് ചെയ്തിട്ട് ഈ ചാമ്പറിനകത്തൂടെ എന്ത് പോകുന്നുണ്ട്, ആ ഗ്യാസ് അങ്ങനെ അങ്ങ് പുറത്തോട്ട് പോകുന്നുണ്ട്. അതാണ് ഈ ഒരു ഫ്യൂസ് പ്ലഗിന്റെ കാര്യം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? അസറ്റിനും ഓക്സിജനും ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഒന്നുകൂടെ പറയണം. ഓക്സിജനും അസറ്റിനും ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെക്സ്റ്റിനകത്ത് എന്താണോ മെൻഷൻ ചെയ്യുന്ന ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ബോഡി പെയിന്റഡ് മെറൂണ്, ഡിസോൾഡ് അസറ്റിൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സീംലെസ് സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഫൈൻ ആസ്ബസ്റ്റോസ് ഒക്കെ പിന്നെ പറഞ്ഞുതരാം. ആസ്ബസ്റ്റോസ് ക്ലോത്ത് ഒക്കെ പിന്നെ കാണിച്ചു. റിമൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന സ്റ്റീൽ ക്യാപ്പ് ഇവിടെ ഉണ്ട്. സിലിണ്ടറിന്റെ വാൽവ് ഉണ്ട്. സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് എന്ന് പറഞ്ഞ സാധനം മേളിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെയും സേഫ്റ്റി ഫ്യൂസ് പ്ലഗ് ഉണ്ട്. 100°C വരെയൊക്കെ ഇത് താങ്ങത്തുള്ളൂ. അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മെൽറ്റ് ആയിട്ട് ഇതുവഴി പുറത്തോട്ട് പോകും. ക്ലിയർ ആണോ? വേഗില്ലേ പോയാ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും? അപ്പൊ ഇത് നമ്മൾ രണ്ട് കാര്യങ്ങളല്ലേ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പൊ ഇത് ഈ സാധനം പഠിക്കണം കേട്ടോ. ഇത് എന്തായാലും പഠിക്കണേ. കാരണം നമുക്ക് ഇതത്രേ പഠിക്കാനുള്ളൂ. പക്ഷെ എക്സ്ട്രാ സാധനങ്ങൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് തന്നെ ഇതെന്തായാലും പഠിക്കണം. അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്സിജന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ നമ്മൾ ഓൾറെഡി കണ്ടല്ലേ, ബ്ലാക്ക് ആണ്. അസറ്റിന്റെ കളർ നമ്മൾ ഓൾറെഡി കണ്ടു, മെറൂൺ ആണ്. അപ്പൊ ഓക്സിജനും അസറ്റിനും പ്രശ്നമില്ല. കോൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കോളിന്റെ കളർ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം അല്ലെ. റെഡ് കളർ ആണ് എന്നുള്ള സംഭവം, റെഡ് കളർ ആണ്. കോള് കത്തുമ്പോൾ റെഡ് കളർ കിട്ടും എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കോളിന്റെ കളർ റെഡ് കിട്ടും. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ, കോളിന്റെ സിലിണ്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കോൾ ഗ്യാസ് വരുന്ന സിലിണ്ടർ ഉണ്ടെന്ന് കേട്ടോ. കോൾ ഗ്യാസ് ഡെവലപ്പ് ചെയ്യിക്കുന്ന കോളിന്റെ ഗ്യാസ്, കോള് കത്തിച്ചിട്ട് കിട്ടുന്ന ഗ്യാസിനെ അങ്ങനെ ഒരു സിലിണ്ടറിനകത്ത് എൻട്രാപ്പ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. അതിനാണ് ആ ഒരു കോൾ ഗ്യാസിന്റെ സിലിണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ കോൾ ഗ്യാസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് എൻട്രാപ്പ് ചെയ്യിക്കുന്ന സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിന്റെ കളർ റെഡ് ആയിരിക്കും. പോരാത്തതിന് ഈ സിലിണ്ടറിന്റെ പുറത്ത് എന്തും കൂടെ എഴുതിയിരിക്കുന്നുണ്ട്, കോൾ ഗ്യാസ് എന്നും കൂടെ എഴുതിയിട്ടേക്കും. ഇനി ഹൈഡ്രജൻ ആണെങ്കിൽ അതും റെഡ് ആയിരിക്കും കേട്ടോ. ഹൈഡ്രജൻ ആണ് റെഡ്, പ്രത്യേകിച്ച് മെൻഷൻ ഒന്നും ചെയ്യത്തില്ല. ഇനി നൈട്രജൻ ആണെങ്കിൽ ഗ്രേ കളർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ നെക്ക്, ഇദ്ദേഹത്തിന്റെ ആ ഒരു നെക്കിന്റെ പോർഷൻ, ഏറ്റവും അറ്റത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ആണ് നെക്ക് എന്നറിയപ്പെടുന്നത്. ആ നെക്കിന്റെ പോർഷനിൽ എന്ത് കളറിലിരിക്കും, ബ്ലാക്ക് കളറിലിരിക്കും. ഇനി എയർ ആണെങ്കിൽ വെറുതെ ഗ്രേ കളറിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അത് രണ്ടും പഠിക്കാൻ വേണ്ടി പറ്റും, നൈട്രജനും എയറും. അതായത് എയറിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇരിക്കുന്നത് നൈട്രജൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈട്രജന്റെ കളർ തന്നെ എയറിനകത്തും വരും കേട്ടോ, രണ്ടും കൂടെ വരും. പിന്നെ പോരാത്തതിന് നൈട്രജന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ നെക്ക് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് കളർ ആയിരിക്കും. ഇനി അടുത്ത പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈന് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക, റെഡ് കളറിലാണ് പ്രൊപ്പൈനും വരുന്നത് കേട്ടോ. പ്രൊപ്പൈനും റെഡ് കളറിലാണ്. പോരാത്തതിന് ഈ സിലിണ്ടറിന്റെ പുറത്ത് പ്രൊപ്പൈൻ എന്നും കൂടെ എഴുതിയിരിക്കും.
ലാർജ് ഡയമീറ്റർ ആൻഡ് നെയിം ദ പ്രൊപ്പൈൻ. ഇദ്ദേഹത്തിന്റെ പുറത്ത്, സിലിണ്ടറിന്റെ പുറത്ത് പ്രൊപ്പൈൻ എന്ന് എഴുതിയിരിക്കും. പോരാത്തതിന് ഇദ്ദേഹത്തിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിരിക്കും, വലിയ സിലിണ്ടർ ആയിരിക്കും. സാധാരണ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെക്കാട്ടിയും കുറച്ചുകൂടെ വലുതായിരിക്കും പ്രൊപ്പൈൻ സിലിണ്ടർ. ഇനി ആർഗൺ, ആർഗൺ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുക, ആർഗന്റെ കളർ എപ്പോഴും എന്തായിരിക്കും, ബ്ലൂ കളറിലായിരിക്കും വരുന്നത് കേട്ടോ. സിലിണ്ടറിന്റെ കളർ എപ്പോഴും ബ്ലൂ കളറിലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ബ്ലാക്ക് കളറിലാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നതെങ്കിൽ എഗെയിൻ എന്ത് കളറിലേ വരത്തുള്ളൂ, ബ്ലാക്ക് കളർ. അപ്പൊ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ബ്ലാക്ക് കളറിലായിരിക്കും. എങ്ങനെ മനസ്സിലാക്കുക, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇതിലെ ഇദ്ദേഹത്തിന്റെ നെക്കിന്റെ കളർ എപ്പോഴും എന്തായിരിക്കും, വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ, വൈറ്റ് നെക്ക്. അപ്പൊ ഈ ഒരു ടാബ്ലാർ കോളം നമ്മുടെ ടെക്സ്റ്റിൽ തന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ആർഗൺ സിലിണ്ടറിന്റെ കളർ എന്ന് പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഏത് സിലിണ്ടറിന്റെ കളർ വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. ഇനി ഞാൻ എങ്ങനെയാ പറഞ്ഞത്, വാൽവ് ത്രെഡുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ പറഞ്ഞത്, ഫ്യൂവൽ ഗ്യാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ കിട്ടുന്ന ആ ഒരു ഗ്യാസ് ഫ്യൂവൽ ഗ്യാസ് ആണെങ്കിൽ അത് എപ്പോഴും എന്ത് കളറിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെ എന്ത് ടൈപ്പ് ഓഫ് ത്രെഡ് ആണ്, ഫ്യൂവൽ ഗ്യാസ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് ആയിരിക്കും, ഫ്യൂവൽ ഗ്യാസ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് ആയിരിക്കും, നമ്മളെ ഇരിക്കുന്ന ഗ്യാസ് ഫ്യൂവൽ ഗ്യാസ് ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ത്രെഡ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് അല്ലെ, ലെഫ്റ്റ് ഹാൻഡ്. അപ്പൊ ഇതിനകത്തുള്ള ഫ്യൂൽ ഗ്യാസുകൾ മാത്രം നോക്കിയാൽ മതി. അസറ്റ്ലിൻ ഈസ് എ ഫ്യൂൽ ഗ്യാസ്, കോൾ ഈസ് എ ഫ്യൂൽ ഗ്യാസ്, ഹൈഡ്രജൻ ഈസ് എ ഫ്യൂൽ ഗ്യാസ് അല്ലെ, ഹൈഡ്രജൻ ഈസ് എ ഫ്യൂൽ ഗ്യാസ്, പ്രൊപ്പൈൻ ഈസ് എ ഫ്യൂൽ ഗ്യാസ് കേട്ടോ, പ്രൊപ്പൈൻ ഈസ് എ ഫ്യൂൽ ഗ്യാസ്. അപ്പൊ ഇതെല്ലാം നോക്കിയേ ഫ്യൂൽ ഗ്യാസ് ആണ്. അസറ്റ്ലിന്, കോള്, ഹൈഡ്രജന്, പ്രൊപ്പൈൻ, ഇതെല്ലാം ഫ്യൂൽ ഗ്യാസ് ആണ്. അപ്പൊ ഫ്യൂൽ ഗ്യാസ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നുണ്ടോ, ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. ഇനി ബാക്കിയുള്ള എല്ലാം സപ്പോർട്ടർ ഗ്യാസ് ആണ്, ബാക്കിയുള്ള എല്ലാം സപ്പോർട്ടർ ഗ്യാസ് ആണ്. ഓക്സിജൻ ഈസ് എ സപ്പോർട്ടർ ഗ്യാസ്, സപ്പോർട്ടർ ഗ്യാസ് വന്നിട്ട് റൈറ്റ് ഹാൻഡ്. അതുപോലെ തന്നെ എന്താണ്, നൈട്രജൻ എന്ന് പറഞ്ഞ സാധനം സപ്പോർട്ടർ ആണ്, സപ്പോർട്ടർ ഗ്യാസ് ആയതുകൊണ്ട് എന്തായി, റൈറ്റ് ഹാൻഡ് ആണ്. എയർ ഈസ് ഓൾവേസ് ബി എ സപ്പോർട്ടർ, ഇതാണ് അല്ലെ, ഒരു സപ്പോർട്ടർ ഗ്യാസ് ആണ്, അത് റൈറ്റ് ഹാൻഡ്. ആർഗൺ ഈസ് എ സപ്പോർട്ടർ ഗ്യാസ് ആണ്, റൈറ്റ് ഹാൻഡ്. കാർബൺ ഡൈ ഓക്സൈഡും റൈറ്റ് ഹാൻഡ്. അപ്പൊ ബാക്കിയുള്ള പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ലെഫ്റ്റ് ഹാൻഡ് എന്നറിയപ്പെടുന്ന ഓൾവേസ് ബി ഇതാണ്. പ്രൊപ്പൈൻ ഒക്കെ ഫ്യൂൽ ഗ്യാസ് ആണെന്നുള്ള സംഭവം ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. സിമ്പിൾ അല്ലേ, ഈ ടാബ്ലാർ കോളം സിമ്പിൾ ആയിട്ട് പഠിക്കൂടെ, കുഴപ്പമില്ലല്ലോ. ഒരിക്കൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ നോക്കിയെന്നേ ഉള്ളൂ, വന്നതുകൊണ്ട് ഒന്നുകൂടെ നോക്കി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ഓക്സിജൻ ഗ്യാസ് അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രോപ്പർട്ടിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഓക്സിജന്റെ സിലിണ്ടറിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറയിച്ചട്ടെ. ഓക്സിജൻ സിലിണ്ടറിനകത്ത് നമ്മൾ ഓക്സിജനെ നിറയ്ക്കുന്ന പ്രഷർ എത്രയായിരുന്നു പറഞ്ഞേ? യൂണിറ്റ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ, കിലോഗ്രാം പെർ സെന്റിമീറ്റർ. ഓക്കെ. അതുപോലെ ഇദ്ദേഹത്തിന്റെ കളർ എങ്ങനെയായിരുന്നു, കളറൊക്കെ കാണാതെ അറിയാം അല്ലെ, കളറൊക്കെ നമ്മൾ എപ്പോഴും കണ്ടതാണ്. ഏത് കളറായിരുന്നു, ബ്ലാക്ക് കളർ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ത്രെഡ് എപ്പോഴും എന്തായിരുന്നു, റൈറ്റ് ഹാൻഡ് ത്രെഡ്. ഓക്കെ, അത് എത്ര അറിയാം. ഇനി ഇതിന്റെ വോളിയം എത്രയായിരുന്നു, എത്ര വോളിയം ആയിരുന്നു ഇരുന്നത്, 7 അല്ലെ, 7 മീറ്റർ ക്യൂബ്. ഇനി ഇതിന്റെ ഇത് ഒരു റേഞ്ച് പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ 3.5 മുതൽ എത്രയായിരിക്കും 8.5 മീറ്റർ ക്യൂബ് വരെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ വോളിയത്തിന്റെ റേഞ്ചുകൾ പറയുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇനി അഡീഷണൽ ആയിട്ടുള്ള സംഗതി എന്നറിയപ്പെടുന്ന, നമുക്ക് ഇതിപ്പം സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ സിലിണ്ടറിനകത്ത് എന്താ നിങ്ങൾ കയറ്റി വെക്കുന്നത്, ഓക്സിജനെയാണ് കയറ്റി വെക്കുന്നത് അല്ലെ. സിലിണ്ടർ, ഓക്സിജന്റെ ഗ്യാസ് സിലിണ്ടറിന്റെ പ്രത്യേകതയാണ് പറഞ്ഞെങ്കിൽ ഓക്സിജന്റെ സിലിണ്ടറിനകത്ത് എന്താ പറയുന്നത്, ഈ ഒരു ഓക്സിജനെ ആയിരിക്കും കയറ്റി വെക്കുക, അതറിയാം. ഓക്സിജൻ എന്നറിയപ്പെടുന്ന സംഗതി എന്താണെന്നുള്ള സംഭവമാണ് പറഞ്ഞത്. ഓക്സിജൻ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ആ ഒരു ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട്, വെൽഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂൽ ഗ്യാസിനെ കമ്പസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഒരു കമ്പസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടർ ഗ്യാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയായിരിക്കും ഓക്സിജൻ. ഓക്സിജൻ ഈസ് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ. ഇതിന്റെ കെമിക്കൽ സിമ്പൽ എപ്പോഴും എന്തായിരിക്കും, O2 ആണ്. പ്രോപ്പർട്ടി ഓഫ് ഓക്സിജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടി, നമ്മളെ എയറിനകത്ത് ഇത്ര പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതിലായിരിക്കും ആ ഒരു ഓക്സിജന്റെ ഗ്യാസിന്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളും പറയുന്നത്. ഓക്സിജന്റെ പ്രത്യേകം എന്നറിയപ്പെടുന്ന, ഓക്സിജൻ ഈസ് ഓൾവേസ് ബി എന്തായിരിക്കും, കളർലെസ് അല്ലെ, കളർലെസ് ആണ്. അതുപോലെ തന്നെ ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ് അല്ലെ. ഓക്സിജൻ എന്നറിയപ്പെടുന്നത് കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് അല്ലെ. ടേസ്റ്റ് ഇല്ല, കളർ ഇല്ല, അതുപോലെ തന്നെ ഓർഡർ, ഒരു മണമോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സംഭവമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ അറ്റോമിക് വെയിറ്റ് O2 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അറ്റോമിക് വെയിറ്റ് എപ്പോഴും പറയുന്നത്. അറ്റോമിക് വെയിറ്റ് എത്ര ആയിരിക്കും പറയുന്നത്, 16 ആയിരിക്കും അതിന്റെ അറ്റോമിക് വെയിറ്റ്. ഇനി ഇദ്ദേഹത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ, 32 ഡിഗ്രി ഫാരൻഹീറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ NTP എന്ന് പറയും അല്ലെ, നോർമൽ അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും പ്രഷറിലും വരുന്ന
വരുന്നത്. ഇദ്ദേഹത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1.1053 ആയിരിക്കും ഇദ്ദേഹത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കണം. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ വേണമെങ്കിലൊക്കെ ചോദിക്കാം. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. എത്രയായിരുന്നു? 1.1053 ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്ന സമയത്ത് എന്തില്ല? അദ്ദേഹത്തിന് യൂണിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. സാധാരണ ഇതാണെങ്കിൽ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യൂണിറ്റ് വരും. അതേസമയം സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ പറയുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ട, ചിലപ്പോൾ വാട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. അതാണ് ഈ ഒരു സാധനം 1.1053 എന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ടെമ്പറേച്ചർ പഠിക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് 32 ഡിഗ്രി ഫാരൻഹീറ്റിന് കറസ്പോണ്ടിങ് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്ന ഒരു ടെമ്പറേച്ചർ ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ആ 32 ഡിഗ്രി ഫാരൻഹീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് പറയുന്നത് 1.1053. കാണാൻ പഠിക്കുക. ഇനി ആസ് കമ്പയർഡ് വിത്ത് എയർ, ഇത് എയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിക്വിഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും പറയുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതായിരിക്കും ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് എയർ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ മാത്രം പഠിച്ചു വയ്ക്കുക, 1.1053. ഇനി ഇത് പ്രത്യേകത സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ. അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ? ഓക്സിജനെ വെള്ളത്തിൽ ലയിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഡസ് നോട്ട് ബേൺ ഇറ്റ്സെൽഫ്. ഇതിന് സ്വന്തമായിട്ട് കത്താനുള്ള കഴിവില്ല. ബട്ട് റെഡിലി സപ്പോർട്ട് ദ കമ്പഷൻ ഓഫ് ദ ഫ്യൂൽസ് അല്ലെ. അതേസമയം നിങ്ങളുടെ ആ ഒരു ഫ്യൂവൽ നിന്ന് കത്തുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് അത് വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് കത്താൻ വേണ്ടി പറ്റത്തില്ല. അതേസമയം എവിടെയെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവുള്ള ആളാണ് ആരാന്ന് പറഞ്ഞത്? ഓക്സിജൻ എന്നറിയപ്പെടുന്നത്. ഇനി യൂസസ് ഓഫ് ഓക്സിജൻ, ഇറ്റ് പ്ലേസ് എ മെയിൻ റോൾ ഇൻ റെസ്പിറേഷൻ. നമ്മുടെ ശ്വസനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആണ് ഓക്സിജൻ, അറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓക്സിയാസിഡ് ഇൻ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ്. നമുക്ക് ആവശ്യമുള്ള അതാണ് അല്ലെ, ഓക്സിഡേഷനിൽ വെൽഡിങ്ങിനും കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇൻ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലുകളിലെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റെസ്പിറേഷന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കോമൺ യൂസ് ഓഫ് ഓക്സിജൻ ഇൻക്ലൂഡ് പ്രൊഡക്ഷൻ ഓഫ് സ്റ്റീലിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾക്ക്, ടെക്സ്റ്റൈലുകൾക്ക്, റോക്കറ്റ് പ്രൊപ്പലന്റ്, ഓക്സിജന്റെ തെറാപ്പിക്ക് വേണ്ടിയിട്ട്, ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഇൻ എയർക്രാഫ്റ്റ്, അതുപോലെ സബ്മറൈൻ, സ്പേസ് ഫ്ലൈറ്റ്സ്, ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? കാര്യങ്ങളെല്ലാം സിമ്പിൾ അല്ലേ? പറ. ആ ഇപ്പൊ നമുക്ക് ബാക്കി അടുത്തതിൽ നോക്കാം. നമ്മളിപ്പം ഉദ്ദേശിക്കുന്ന സാധനം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്താണ് ഓക്സിജൻ സിലിണ്ടർ എന്താണ്, അതുപോലെ അസെറ്റിൻ സിലിണ്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ സിലിണ്ടറിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഗ്യാസസ് ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോക്കി തുടങ്ങിയതാണെന്ന്. ഓക്സിജൻ ഗ്യാസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്കിനി അടുത്ത അസെറ്റിൻ ഗ്യാസ് ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്, ഇതിന്റെ റെഗുലേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഗ്യാസ് വെൽഡിങ്ങിന്റെ ഏറെക്കുറെ ഒരു 60-70% വരെയൊക്കെ ആവും. ഇനി ബാക്കിയും കൂടെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് 100% കംപ്ലീറ്റ് ആവും. അതാകുമ്പോൾ 2-3 മൊഡ്യൂൾ ഏറെക്കുറെ തീരും കേട്ടോ. ടെക്സ്റ്റ് എന്തായാലും വായിച്ചുകൊണ്ടിരിക്കുക. ടെക്സ്റ്റിൽ നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു പഠിക്കുന്ന ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓർഡറിൽ അങ്ങ് എടുത്തിട്ട് പഠിക്കുക കേട്ടോ, ആദ്യം അവസാനം എന്നുള്ള രീതിയിൽ. കുഴപ്പമില്ല, നമുക്ക് വലിയ